കേരളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം വഴിയരികള് നമ്മളെ ഭയങ്കരമായി ആകർഷിക്കുന്ന ചില ബോർഡുകളുണ്ടല്ലേ? ഓ, തീർച്ചയായും. തനി നാടൻ ഊണ്, അമ്മയുടെ കൈപുണ്യം, പിന്നെ വീട്ടിലെ ഊണ്. ഇത് കാണുമ്പോഴേ വായില് വെള്ളം ഊറും. അതെ അതെ, ഓടിട്ട ചെറിയ കെട്ടിടങ്ങളൊക്കെയായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് പുറത്തുനിന്ന് കാണാൻ. ആ വെള്ളാരം കഫേ എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ചൂട് പൊറോട്ടയും ബീഫും ഒക്കെ ഓർത്ത് നമ്മൾ വണ്ടി അങ്ങ് സൈഡാക്കും. ആ ഒരു നിമിഷം നമ്മൾ വിചാരിക്കും, ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടാൻ പോകുന്ന സ്ഥലമെന്ന്. അതെ, ആ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് നമ്മളെ അങ്ങോട്ട് കേട്ടുന്നത്. ആ നാടൻ ഭംഗി, പിന്നെ ആ രുചിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം. പക്ഷേ പലപ്പോഴും ഈ നല്ല തുടക്കത്തിന് ഒരു പക്ഷേയുണ്ടാവാറുണ്ട്. ആ പുറമേ കാണുന്ന ഭംഗി അകത്തുമുണ്ടോ? അതാണ് ചോദ്യം. ആ പക്ഷെയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുന്നത്. അതായത് രുചിയോടൊപ്പം നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന്. ആഹാ, അതെ. രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നമ്മൾ മലയാളികൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇത്തിരി തിന്നോട്ടാണോ? ഇതൊരു കുറ്റപ്പെടുത്തലല്ല. ഒരിക്കലുമല്ല. ഇതൊരു സ്നേഹ സംഭാഷണമാണ്. രുചിയുടെ സിംഹാസനത്തിലിരിക്കുന്ന ഈ കടകൾക്ക് ശുചിത്വത്തിന്റെ ഒരു കിരീടം കൂടി വേണ്ടേ? നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മൾ ആ നല്ല മണമൊക്കെ പ്രതീക്ഷിച്ച് കടയുടെ ഉള്ളിലേക്ക് കയറുന്നു. ആദ്യത്തെ കാഴ്ച തന്നെ മേശയും കസേരയുമാണ്. അവിടെ തന്നെയാണ് ആദ്യത്തെ ഇത് വരുന്നത്. അതെ, ആദ്യത്തെ കല്ലുകടി. പലപ്പോഴും വൃത്തിയില്ലാത്ത മേശകൾ. അതിനു മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ടാകും. ആ ടേബിൾ മാറ്റ് അതൊരു ചെറിയ വിഷയമല്ല. കീറിപ്പറിഞ്ഞ് നിറം മങ്ങി. ഒരു ആധുനിക കലാരൂപം പോലെ. അതെ, പക്ഷേ പ്രശ്നം അതല്ല. ആ കീറിയ ഭാഗത്തൂടെ വെള്ളവും കറിയുമൊക്കെ താഴേക്ക് ഒലിച്ചിറങ്ങും. എന്നിട്ട് ആ മേശയുടെ തടിയിൽ തങ്ങി നിന്ന് അവിടുന്നൊരു പ്രത്യേകതരം മണം വരും. ഒരു ഉളുത്ത നാറ്റമെന്നൊക്കെ പറയില്ലേ? ശരിയാണ്. ആ മണം വന്നാ പിന്നെ എത്ര നല്ല മീൻകറി മുന്നിൽ കൊണ്ടുവച്ചാലും വിശപ്പ് പോകും. അതെ, വിശപ്പ് പമ്പ കടക്കും. ഇനി അടുത്ത ആള് വരുവാണ്. നമുക്ക് ഭക്ഷണം വിളമ്പാൻ വരുന്ന ചേട്ടൻ. പാവം, രാവിലെ മുതൽ ഓടി നടന്നു പണിയെടുക്കുമായിരിക്കും. പക്ഷെ പുള്ളിയുടെ ആ ഷർട്ടിലേക്കൊന്ന് നോക്കിയാ മതി. അന്നത്തെ മെനു കാർഡ് നമുക്കതിൽ കാണാം. സാമ്പാർ, മീൻകറി എല്ലാം ഒരു ഭൂപടം പോലെ അതിലുണ്ടാവും. ഇത് കാണുമ്പോഴേ ഭക്ഷണത്തോടുള്ള നമ്മുടെ പകുതി ഇഷ്ടം അങ്ങ് പോകും. ശരിയാണ്. ഇത് ഒരുപക്ഷേ ആ ജീവനക്കാരന്റെ മാത്രം കുഴപ്പമാവില്ല. അല്ല, അവർക്ക് ചിലപ്പോൾ വേറെ യൂണിഫോം കാണില്ല, അല്ലെങ്കിൽ അത് വൃത്തിയാക്കാനുള്ള സൗകര്യം ആ കടയിലുണ്ടാവില്ല. അപ്പോൾ ഇത് ആ സ്ഥാപനത്തിന്റെ ഒരു സംസ്കാരമാണ് കാണിക്കുന്നത്. എക്സാക്ട്ലി. അതുപോലെ തന്നെയാണ് പലഹാരങ്ങൾ വെക്കുന്ന ആ ചില്ലുകൂട്. എണ്ണമെഴുക്കും കൈപ്പാടുകളും കൊണ്ട് അതൊരു പ്രത്യേക ലോകമാണ്. അതിനകത്തിരിക്കുന്ന പഴംപൊരിയോടുള്ള നമ്മുടെ ഇഷ്ടം അതോടെ തീരും. ഈ ചെറിയ കാര്യങ്ങൾ ഒരു കസ്റ്റമറുടെ മനസ്സിൽ വലിയ സംശയങ്ങളാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായും. അപ്പൊ മേശയിലെ അവസ്ഥ കണ്ട് എന്തായാലും കൈയൊന്ന് കഴുകാമെന്ന് കരുതി നമ്മൾ വാഷ് ബേസിനടുത്തേക്ക് പോകും. അവിടെയാണ് അടുത്ത അധ്യായം. അതെ, പല ഹോട്ടലുകളിലെയും ഏറ്റവും ഭീകരമായ അനുഭവം അതായിരിക്കും, ശരിയല്ലേ? ഒരു സംശയമില്ല. ഒരു റെസ്റ്റോറന്റിന്റെ ശുചിത്വത്തിന്റെ ഏറ്റവും വലിയ അളവുകോൽ അവിടുത്തെ വാഷ് ബേസിനാണ്. ഞാനതിനെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നാണ് പറയാറ്. ആ പ്രയോഗം കള്ളാം, ലിറ്റ്മസ് ടെസ്റ്റ്. കാരണം പുറമേ കാണുന്ന ഈ വാഷ് ബേസിൻ ഇങ്ങനെയാണെങ്കിൽ ആരും കാണാത്ത അടുക്കളയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആൾക്കാർ ചിന്തിച്ചു പോകും. സ്വാഭാവികമാണ്. അതോടെ തീർന്നു വിശ്വാസം. അതെ. ഇനി ആ വാഷ് ബേസിനിലെ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആ സിങ്ക്. നേരത്തെ ആരെങ്കിലും തുപ്പിയതിന്റെയോ മുഖം കഴുകിയതിന്റെയോ ഒക്കെ അവശിഷ്ടങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യും. അത് കാണുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരും. പിന്നെ ഹാൻഡ് വാഷ്. ഹാൻഡ് വാഷ് പേരിനൊരെണ്ണം ഉണ്ടാകും. ഏതെങ്കിലും പഴയ വെള്ളക്കുപ്പിയിലായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. അതിൽ വെള്ളം ചേർത്തായിരിക്കും. ഹാൻഡ് വാഷിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും. പതയുകയുമില്ല, ഒരു വൃത്തിയായ ഫീലും കിട്ടില്ല. വെറും ഒരു പ്രഹസനം. ദേ, ഞങ്ങളും വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അത്രയുള്ളൂ. ഇനി അതിനടുത്തുള്ള കണ്ണാടി. സ്വന്തം മുഖം അതിലൊന്ന് തെളിഞ്ഞു കണ്ടാൽ ഭാഗ്യം. വെള്ളം തെറിച്ച് സോപ്പിന്റെ കറ പിടിച്ച് അതൊരു ചരിത്രസ്മാരകം പോലെ ആയിട്ടുണ്ടാവും. പിന്നെ ആ സോപ്പ് വെക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ. വെള്ളം കെട്ടിനിന്ന് കുതിർന്നൊരു സോപ്പ് കട്ട അവിടെ അലിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കാണുമ്പോഴുള്ള തോന്നുന്നൊരു അറപ്പുണ്ടല്ലോ. ശരിക്കും കൈ കഴുകുന്നതിനേക്കാൾ നല്ലത് കഴുകാതിരിക്കുന്നതാണെന്ന് തോന്നിപ്പോകും. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മൾ കൈ വൃത്തിയാക്കാൻ പോകുന്ന ഒരിടം നമ്മുടെ കൂടുതൽ മലിനമാക്കുന്ന ഒരവസ്ഥ. ശരിയാണ്. ഇത് ആ സ്ഥാപന ഉടമയുടെ മനോഭാവമാണ് കാണിക്കുന്നത്. ശുചിത്വം അവരുടെ ഒരു പ്രയോറിറ്റി അല്ല.
അല്ല. അപ്പോൾ വാഷ് ബേസിൻ എന്ന ലിറ്റ്മസ് ടെസ്റ്റിൽ പലരും തോൽക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും ഭീകരമായ ഒരിടത്തേക്കാണ്. ടോയ്ലറ്റ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും നമ്മൾ മടിക്കുന്നൊരിടം. ടോയ്ലറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ ഒരൊറ്റ ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി അവിടത്തെ അവസ്ഥ മനസ്സിലാക്കാൻ. എന്താണത്? അവിടെ വൃത്തിയാക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ആ ബ്രഷിലേക്കൊന്ന് നോക്കിയാൽ മതി. തലമുടിയും മറ്റ് അഴുക്കുകളും കൊണ്ട് നിറഞ്ഞ ആ ബ്രഷ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ടോയ്ലറ്റ് എത്ര കാലമായിട്ട് ശരിക്ക് വൃത്തിയാക്കിയിട്ടില്ലാന്ന്. അത് ശരിയാണ്. ആ ഒരു കാഴ്ച മതി. ആ ഒരു ചെറിയ ഡീറ്റെയിൽ മതി അവിടുത്തെ ശുചിത്വത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. തീർച്ചയായും. ഒരു സ്ഥാപനം അവരുടെ കസ്റ്റമേഴ്സിന് എന്തു വില കൊടുക്കുന്നു എന്നതിന്റെ അവസാന വാക്കാണ് അവിടുത്തെ ടോയ്ലറ്റ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുമ്പോൾ. അതെ, അവർക്ക് ഭക്ഷണത്തിനൊപ്പം തന്നെ പ്രധാനമാണ് വൃത്തിയുള്ളൊരു ടോയ്ലറ്റ്. അത് കൊടുക്കാത്തത് ഒരു തരം അനാദരവാണ്. ഇവിടെ ചിലർ ഒരു മറുവാദം പറയാറുണ്ട്. ഇതൊക്കെ ചെറിയ നാടൻ കടകളല്ലേ, അവിടെ ഇത്ര സൗകര്യം മതിയെന്ന്. ആ ഒരു ന്യായീകരണം. നാടൻ എന്ന വാക്കിനെ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. നാടൻ എന്നാൽ വൃത്തിയില്ലാത്തതെന്നല്ല, ലളിതമായത് എന്നാണ്. അതെ, ഒരു ഓലപ്പുരയും വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും. നാടൻ എന്നത് വൃത്തിയില്ലായ്മയ്ക്കുള്ളൊരു ലൈസൻസ് അല്ല. വളരെ ശരിയായൊരു പോയിന്റാണത്. ആധികാരികതയും വൃത്തികേടും രണ്ടാണ്. നമ്മൾ തേടുന്നത് ആധികാരികമായ രുചിയാണ്, വൃത്തികേടല്ല. അതെ. ശരി, നമ്മൾ ഇതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നാം നമ്മൾ ഈ കടകളെ അടച്ചുപൂട്ടിക്കാൻ നടക്കുകയാണെന്ന്. അല്ലല്ല, ഇഹരിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയൊന്നും വേണ്ട. വേണ്ട. ഒരു 10,000 രൂപ ആത്മാർത്ഥമായി ചെലവഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ മുക്കാലും തീരും. ശരിയാണ്. പുതിയ കുറച്ച് ടേബിൾ മാറ്റുകൾ, നല്ലൊരു വാഷ് ബേസിൻ, ഒരു കണ്ണാടി, ടോയ്ലറ്റ് വൃത്തിയാക്കാനുള്ള നല്ല സാധനങ്ങൾ, ഒരു ഡസ്റ്റ്ബിൻ, കുറച്ച് ഹാൻഡ് വാഷ്, ഇതിനൊന്നും വലിയ വിലയില്ല. ഒരു ദിവസത്തെ കച്ചവടം പോലും ചിലപ്പോൾ ഇതിൽ കൂടുതലുണ്ടാകും. പക്ഷേ പണം മുടക്കിയാൽ മാത്രം മതിയോ? ഒരു ദിവസം ഇതൊക്കെ നന്നാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം, സ്ഥിരത. പിന്നെ എന്നും വൃത്തിയായി സൂക്ഷിക്കണം എന്നതിലാണ് കാര്യം. ഇതൊരു ശീലമാക്കണം. ഒരു ശീലം. തവണ ചെയ്യുന്ന പണിയായി കാണരുത്. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ഓരോ മണിക്കൂറിലും ടോയ്ലറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ആളുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ മേശ വൃത്തിയാക്കുക. ഇതിന് പണത്തേക്കാൾ കൂടുതൽ വേണ്ടത് ഒരു മനസ്സാണ്. അതെ, ശുചിത്വം എന്റെ കടയുടെ അഭിമാനമാണ് എന്നൊരു ചിന്ത ആ ഉടമസ്ഥന് വേണം. അതുണ്ടായാൽ മതി. ഈ ചർച്ചയുടെ എല്ലാം ആകെത്തുക എന്ന് പറയാവുന്നൊരു വാചകമുണ്ട്. എനിക്കത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പലർക്കും സ്വർഗീയ രുചിയുള്ള ആഹാരവും രാജാവിന്റെ കസേരയുമല്ല വേണ്ടത്, നല്ല വൃത്തിയാണ്. എത്ര ലളിതവും ശക്തവുമായൊരു വാചകമാണത്. അതെ, നമ്മൾ മലയാളികൾ രുചിയുടെ ആരാധകരാണ്, ഒരു സംശയവുമില്ല. പക്ഷെ വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ വിളമ്പുന്ന അമൃതിനു പോലും ഒരു വിലയുണ്ടാവില്ല. തീർച്ചയായും. ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് ഒരുപാട് മാറി. അവർക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണം പലയിടത്തും കിട്ടും. അപ്പോൾ ആളുകൾ അടുത്തതായി നോക്കുന്നത് വൃത്തിയും നല്ല പെരുമാറ്റവും നല്ല അന്തരീക്ഷവുമാണ്. അതെ. രുചിക്കൊപ്പം ശുചിത്വം കൂടി കൊടുക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ വീണ്ടും വരുന്നത്, മറ്റുള്ളവരോട് ആ കടയെപ്പറ്റി നല്ലത് പറയുന്നത്. അതാണ് വേർഡ് ഓഫ് മൗത്ത്. അതെ. വൃത്തി എന്നത് ഒരു ലക്ഷ്വറിയല്ല, അതൊരു അടിസ്ഥാന ആവശ്യമാണ്. ഈ തിരിച്ചറിവാണ് വേണ്ടത്. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു കാര്യം ഒന്നുകൂടി പറയട്ടെ, കേരളത്തിലെ എല്ലാ നാടൻ കടകളും ഇങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലുമില്ല. സ്വന്തം വീട്ടിലേക്ക് വരുന്ന അതിഥികളെപ്പോലെ സ്നേഹത്തോടെയും വൃത്തിയോടെയും പരിപാലിക്കുന്ന ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായുമുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ നമ്മളീ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളുള്ള കടകളും ഒരു യാഥാർത്ഥ്യമാണ്. അതെ, അവർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലായി ഇതിനെ കണ്ടാൽ മതി. ഒരു സ്നേഹപൂർവമായ ഉപദേശം. കാരണം അവസാനം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ നാടൻ കടകൾ നന്നായി മുന്നോട്ടു പോകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതെ, നല്ല നാടൻ ഭക്ഷണം വൃത്തിയുള്ള സാഹചര്യത്തിൽ കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു ശരാശരി മലയാളിക്ക് കിട്ടാനില്ല. അപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു ചോദ്യം തന്നെ കൊണ്ടാണ്. നമ്മളിപ്പോൾ മേശയിലെ വൃത്തിയില്ലായ്മ, വാഷ് ബേസിൻ, ടോയ്ലറ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. പക്ഷെ ഇതല്ലാതെ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ നിങ്ങളെ വ്യക്തിപരമായി അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ശുചിത്വവുമായി ബന്ധപ്പെട്ട്. അതെ, ഇതുകൂടി ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. ചിലർക്കത് വെള്ളം കുടിക്കുന്ന ഗ്ലാസിന്റെ വൃത്തിയായിരിക്കാം. അല്ലെങ്കിൽ പണം വാങ്ങിയ അതേ കൈകൊണ്ട് ഭക്ഷണം വിളമ്പുന്നത്. അതുതന്നെ. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ നിങ്ങളെ അലോസരപ്പെടുത്തുന്ന അത്തരം ചെറിയ എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.